വേദനകളില്ലാത്ത ലോകം ഒരു മായാണെന്നാണ് നമ്മൾ കരുതുന്നത്. അത് പ്രാണൻ ദേഹത്തു നിന്നും അകലുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് ആരോഗ്യമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളുടെ ഫലമായി ഒട്ടുമിക്ക വേദനകൾക്കും അവസാനമില്ലാത്ത ചികിത്സയോ ശസ്ത്രക്രിയയോ വേണ്ടി വരുന്നില്ല എന്നാണ്. അശാസ്ത്രീയമല്ലാത്ത അപകടകരമല്ലാത്ത രീതികളിലൂടെ എങ്ങനെ വേദന കുറയ്ക്കാം, ഇല്ലാതെയാക്കാം, ജീവിതത്തിന്റെ ഗുണനിലവാരം മോശമാകാതെ സൂക്ഷിക്കാമെന്ന് ഇന്ന് വിശദമാക്കുന്നു. തോളുകളിൽ, കൈത്തണ്ടയിൽ, ഇടുപ്പിൽ, മുട്ടിൽ, സന്ധികളിലൊക്കെ അനുഭവപ്പെടുന്ന വേദനയിൽ നിന്ന് എങ്ങനെ ആശ്വാസം നേടാം? ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ പെയിൻ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ രാകേഷ്. ഡോക്ടർ, ഇപ്പോൾ കൂൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അതാണ് പറഞ്ഞത്. കരിച്ചു കളയാന്നൊക്കെ പറയുമ്പോൾ എന്താ, റേഡിയേഷൻ പോലെയാണ്? എന്താണ് റേഡിയോ ഫ്രീക്വൻസിയാണ് നമ്മുടെ എന്താ പറയാ റേഡിയോക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലൊരു റേഡിയോ ഫ്രീക്വൻസി തന്നെയാണ്. ആ റേഡിയോ ഫ്രീക്വൻസി നമ്മൾ ആ നെർവിലേക്ക് കടത്തി വിടുന്നു. ആ കടത്തി വിടുമ്പോൾ ആ നെർവിന്റെ ഉള്ളിൽ നിന്നുള്ള പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രിക്ഷൻ സംഭവിച്ചിട്ട് ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ആ നെർവിനെ കൊയാഗുലേറ്റ് ചെയ്യുന്നു, അഥവാ എന്താ പറയാ നശിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പൊ അത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു നെർവിലേക്ക് നമ്മളത് ചെയ്യില്ല. അപ്പൊ നമുക്ക് അവിടെ നിന്ന് സെൻസേഷൻ നഷ്ടപ്പെട്ടു പോവുക, തൊട്ടാലറിയാത്ത അവസ്ഥ ഉണ്ടാവുക, ആ കൈയോ കാലോ ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക, അങ്ങനെയെല്ലാം ഉണ്ടാവും. പക്ഷെ ഒരു പെയിൻ ഫിസിഷ്യന്റെ സഹായത്തോടു കൂടി ഈ വേദന വരുന്ന ഈ ജെനിക്കുലർ നെർവ് മാത്രം തിരഞ്ഞു കണ്ടുപിടിച്ച് നമുക്കത് അബ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ പാർശ്വഫലങ്ങളൊന്നുമില്ല, നമുക്ക് വേദന മാറ്റാൻ വേണ്ടി മാത്രം സാധിക്കും. സ്പെഷ്യലിസ്റ്റിന്റെ സഹായത്തോടു കൂടി മാത്രമായിരിക്കും അത് ചെയ്യാൻ സാധിക്കുള്ള. മെഷീന്റെ അവൈലബിലിറ്റിയുടെ വിഷയം വരുന്നുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെം സെൽ തെറാപ്പി പോലെ തന്നെ ഒരു സ്റ്റെം സെൽ തെറാപ്പി ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു 10 വർഷത്തിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് ഈ കൂൾഡ് റേഡിയോ ഫ്രീക്വൻസി ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാലും ഒരു കോസ്റ്റിന്റെ ഒരു വിഷയം കൂടി അതിൽ വരുന്നുണ്ട് എന്നുള്ളൊരു. നമ്മൾ ഈ പറഞ്ഞ പോലെ പാലിയേറ്റീവ് സെൻസിലാണ് പാലിയേറ്റീവ് സെൻസിലാണ് അത് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ആ പാലിയേറ്റീവ് സെൻസ് തന്നെ നമുക്ക് പലപ്പോഴും ഇലാബറേറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. കാരണം മെജോറിറ്റി ആൾക്കാരും സർജറിക്ക് സർജറിയാണ് എന്നുള്ളൊരു അവസ്ഥയാണ് ഉണ്ടെന്ന് മനസ്സിലാക്കിയെങ്കിലും ചിലപ്പോൾ സർജറിയിൽ നിന്ന് മുഴുവനായിട്ട് പെയിൻ റിലീഫ് ഉണ്ടാവാറില്ലാത്തൊരു സാഹചര്യങ്ങൾ 20-30% ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ നിന്നുള്ള റിവ്യൂ എടുത്തിട്ട് അവർ കുറച്ച് സർജറിക്ക് വില്ലിങ് ആവാതിരിക്കുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. പിന്നെ ഈ കൂൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് PRP കൂടി ചെയ്ത് നന്നായി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് സർജറി ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഗ്രേഡ് 3 നിൽക്കുന്ന ആൾക്കാർക്ക് വേദന മാറി, കാർട്ടിലേജ് കുറച്ച് PRP തെറാപ്പിയിലൂടെ വന്നു, ഫിസിയോതെറാപ്പിയിലൂടെ ഫംഗ്ഷൻ മുഴുവൻ വീണ്ടെടുത്തു എന്നുള്ള അവസ്ഥയിലുള്ള ആൾക്കാരും ഉണ്ട്. കമ്പൈൻ ചെയ്തും നമുക്ക് ചെയ്യാം. അതായത് നമുക്കൊരു ക്യൂറേറ്റീവ് കമ്പോണന്റ് വന്നു. അതായത് നമുക്ക് കാർട്ടിലേജ് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി, വേദന മാറ്റാനുള്ള ശ്രമം നടത്തി, ഫിസിയോതെറാപ്പി ചെയ്തതിലൂടെ തിരിച്ചു വരുന്ന പറ്റുന്ന ആൾക്കാരുണ്ട്. ഈ പാലിയേറ്റീവ് തെറാപ്പി എന്ന് ഞാൻ പറഞ്ഞത് ഗ്രേഡ് 4 ഗ്രേഡ് 3 അല്ലെങ്കിൽ 3.5 എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ കൂൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനിലൂടെ അയാളെ കുറച്ചും കൂടി ഫിസിയോതെറാപ്പിക്ക് വിധേയനാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ PRP ആണെങ്കിലും ഇപ്പം പറഞ്ഞ പോലെ കൂൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞ തെറാപ്പി ആണെങ്കിലും പ്രത്യേകമായ തയ്യാറെടുപ്പുകളാണ്. ഇപ്പം PRP നമുക്കൊരു ഇഞ്ചക്ഷൻ ആണെന്ന് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് അതൊരു OP ബേസിൽ ചെയ്യാവുന്നതാണെന്നാണ് കരുതുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കൂൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ രണ്ടും OP പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം. നമ്മളൊരു 4 മണിക്കൂർ ഏകദേശം വേണ്ടി വരും. നമ്മളിപ്പോ സെന്ററിലാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ടാണ് ചെയ്യുന്നത്. പേഷ്യന്റ് വരുന്നു, ഒരു പ്രിയർ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരുന്നു, നമ്മൾ ബ്ലഡ് ബാങ്കിലേക്ക് നമ്മൾ ഡോക്ടർ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിൽ ഡോക്ടറിന്റെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞു വിടുന്നു. അവർ ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അത് PRP പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ആ PRP ജോയിന്റിലേക്കോ ടെൻഡനിലേക്കോ ഏതിലേക്കാണ് വേണ്ടത് ഇഞ്ചെക്ട് ചെയ്യുന്നു. അരമണിക്കൂറിന് ശേഷം പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഇതിന്റെ റിസൾട്ട് എത്ര സമയം കൊണ്ടാണ്? റിസൾട്ട് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ 1-2 ദിവസം വേദന കൂടും. അത് ഒരു ഇൻഫ്ലമേഷൻ, നമുക്ക് മുറിവുണ്ടായാലും വേദന കൂടുന്നത് പോലെ ആദ്യത്തെ 1-2 ദിവസം കൂടുന്നതാണ് ആ ട്രീറ്റ്മെന്റ് വിജയകരമായെന്ന് കാണിക്കുന്ന ഫസ്റ്റ് സിഗ്നല്. അത് കുറച്ച് കൂടി ഒരു എഡിമയൊക്കെ വന്നതിന് ശേഷം ഒരു 3-ാം ദിവസം മുതലേ ആ വേദന കുറഞ്ഞു തുടങ്ങും. ഒരു 14 മുതൽ 21 ദിവസത്തിന്റെ ഉള്ളില് ടെൻഡൻ ആണെങ്കിൽ ടെൻഡൻ, കാർട്ടിലേജ് ആണെങ്കിൽ കാർട്ടിലേജ് പയ്യെ വന്നു തുടങ്ങും. അപ്പൊ നമുക്ക് റെസ്റ്റ് ആയിട്ട് ഒരു 2-3 ദിവസം ഈ വേദന വരുന്ന സമയത്ത് മാത്രമായിരിക്കും നമുക്ക് റെസ്റ്റ് വേണ്ടി വരിക. അത് കഴിഞ്ഞ് നോർമൽ ആക്ടിവിറ്റീസ് ഒരു 2 വീക്സിലേക്ക് ചെയ്യാം. സ്ട്രെനിയസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് നമുക്കൊരു 2 വീക്സിലേക്ക് മാറ്റിയെടുക്കേണ്ടി വരും. 2 വീക്സ് കഴിഞ്ഞ് നോർമൽ ആക്ടിവിറ്റി എക്സസൈസിലേക്ക് നമുക്ക് കടക്കുവാൻ വേണ്ടി സാധിക്കും. OPD പ്രൊസീജിയർ ആയിട്ട് തന്നെയാണ്, 2 പ്രൊസീജിയറും OPD പ്രൊസീജിയർ ആയിട്ട് തന്നെയാണ് ചെയ്യുക. നമ്മുടെ തന്നെ ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് PRP ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തയ്യാറെടുപ്പുകൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ NSAID എന്ന് പറയുന്നത് നമ്മൾ ഡൈക്ലോഫിനാക്ക് പോലെ അസക്ലോഫിനാക്ക് പോലെ നമ്മൾ വേദന വരുമ്പോൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഒരു 4 ദിവസം മുമ്പ് തൊട്ടേ നമ്മൾ ഒഴിവാക്കണം. കാരണം അത് PRPയുടെ റീജനറേറ്റീവ് പൊട്ടൻഷ്യൽ, അതിന്റെ ഒരു ശക്തിയെ കുറയ്ക്കും. അതുപോലെ
ക്വാളിറ്റിയെ കുറയ്ക്കും, PRP യുടെ ക്വാളിറ്റിയെ കുറയ്ക്കും, ശക്തിയെയും കുറയ്ക്കും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം PRP കുത്തിവെച്ചതിന് ശേഷം അടുത്ത ഒരു 4-5 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഫ്ലമേഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള NSAIDയോ പാരസെറ്റമോളോ ഒന്നും ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അത് മാത്രമാണ്. പിന്നെ ചില ജോയിന്റുകളിൽ നല്ല ടയറൊക്കെ ഉള്ള ജോയിന്റുകളിലാണെങ്കിൽ നമ്മൾ സ്പ്രിന്റിങ് അവകാശപ്പെടാറുണ്ട്. കാർപ്പൽ ടണലൊക്കെ ആണെങ്കിൽ പ്ലാന്റർ ഫേഷ്യൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സ്പ്രിന്റ് ഇട്ടിട്ട് നമ്മൾ ഒരു റെസ്റ്റ് എടുക്കാനും ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ കൂടുതലും ഒരു ഹാർഡ് വർക്ക് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ആ റീജനറേഷൻ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാക്കുന്നു. ഈ വാദവുമായി ബന്ധപ്പെട്ട് വാദസംബന്ധിയായിട്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെയും ഉണ്ടാകാറുണ്ട്. അപ്പം സന്ധികളിലെ വേദന, സന്ധിവാദം അങ്ങനെയൊക്കെയാണ്. ഈ വാദം മൂലം ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കും നമ്മുടെ വാദം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ വാദം എന്നുള്ള രീതിയിൽ നമ്മുടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആൻഡ് ഈ പറയുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് രണ്ടും രണ്ട് തന്നെയാണ്. രണ്ടിലും ഒരേപോലെ ആണെങ്കിലും ഒന്നിൽ കാർട്ടിലേജിൽ ലോസ്റ്റ് ചെയ്യുന്ന മാത്രമുള്ള അവസ്ഥയാണ്, രണ്ടിൽ സൈനോവിൽ ഹൈപ്പർട്രോഫി എന്ന് പറയും. അതിന്റെ ഉള്ളിൽ നമ്മുടെ സന്ധിയുടെ ഉള്ളിലുള്ള ഒരു ടിഷ്യൂവിന്റെ അധികമായിട്ടുള്ള വളർച്ചയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്നത്. അപ്പോ ഈ PRP തെറാപ്പിയുടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റൻസ് കുറയാനുള്ള ഒരു കാരണം വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് PRP ആണ്. അപ്പൊ നമ്മളിപ്പോ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെ ഈ സൈനോവിൽ ഹൈപ്പർട്രോഫി ഉള്ള ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ഒരാൾക്ക് അത് നീർക്കെട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ഒരു PRP ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കും, ആ ഫ്ലെയറപ്പ് എന്ന് പറയും. ആ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വീണ്ടും ഫ്ലെയർ അപ്പ് ചെയ്ത് കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ല ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണെന്ന് നമ്മൾ ടെസ്റ്റിലൂടെ ഉറപ്പുവരുത്തണം. അതൊരു വെറ്റ് നീ അല്ല എന്ന് ഉറപ്പുവരുത്തണം. വെറ്റ് നീ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എന്താ പറയാ, നീർക്കെട്ട് ഇനിയും ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള സൈനോവിയം എന്ന് പറയുന്ന ടിഷ്യൂസിന്റെ ഓവർ ഗ്രോത്ത് അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമാണ് അവിടെ ചെയ്യേണ്ടത്. ആ ഒരു മിസ്റ്റേക്കാണ് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ PRPയെ പുറകോട്ട് വലിക്കുന്നത്. അൾട്രാസൗണ്ടിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു പെയിൻ ഫിസിഷ്യന്റെയോ ഒരു PMR സ്പെഷ്യലിസ്റ്റിന്റെയോ ഒരു ഓർത്തോപെഡിഷ്യന്റെയോ സഹായത്തോട് കൂടിയിട്ട് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിന്റെ മാനേജ്മെന്റിലേക്ക് പോകേണ്ടത്. വൈദഗ്ധ്യം നേടിയ ഒരു ഡോക്ടറെ കണ്ട് ഇത് എന്താണ് അസുഖം എന്നുള്ളത് 100% തീരുമാനമാക്കിയതിനു ശേഷം അതായത് നമ്മൾ ആർത്രൈറ്റിസ്, ഒരു മുട്ടിനെ ബാധിക്കുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഗൗട്ടി ആർത്രൈറ്റിസ്, റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ഒരുപാടുണ്ട്. ഇനി എണ്ണം പറഞ്ഞ തീരില്ല, അത്ര അധികം ഉണ്ട്. അപ്പൊ നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങൾ മാത്രം ക്ലിയർ കട്ടായിട്ട് നമുക്കത് ഡയഗ്നോസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു വജ്രായുധമാണ്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ഹിറ്റ് മീൻസ് തിരിച്ച് ഹിറ്റ് ചെയ്തുള്ള ചാൻസ്. എനിക്ക് ഡിസ്കിന്, ഇടുപ്പിന്, അങ്ങനെ മുട്ടിന് അങ്ങനെയൊക്കെ ഭയങ്കര വേദന, ഇടുപ്പിന് നീര്, അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. മറ്റേ ഇംഗ്ലീഷ് ഡോക്ടർമാരെ ഏകദേശം ഒഴിവാക്കിയ ലെവൽക്കാണ് ഓരോരുത്തർ പറയുന്നത്. പല ഡോക്ടർമാരെയും കണ്ടു. അപ്പം ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയാണ്, ഇടുപ്പ് തൊട്ട് തോളിന്റെ ഭാഗം വരെയും വ്യാപിച്ചു പോയി ഡിസ്കിന്റെ കംപ്ലൈന്റ്. അപ്പൊ ഇതിന് വേറെ രീതി എന്തെങ്കിലും ഒരു ഉണ്ടോന്ന് നേരം വെളുക്കുമ്പം കാല് നിലത്ത് കുത്താൻ പറ്റില്ല. പുറത്ത് നടന്നു കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചൊരു വേദനയ്ക്ക് മാറ്റം കിട്ടും. തണുപ്പ് കൂടുതലുള്ള സമയത്താണ് ഏറെയും പ്രശ്നം വരുന്നത്, കൂടുന്നത് അല്ലെ. അപ്പൊ ഇടുപ്പ് വേദന, കാൽപാദത്തിലുള്ള വേദന, ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണോ എന്നുള്ളൊരു സംശയം തരുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം ഞാൻ പലപ്പോഴും കഴിഞ്ഞൊരു ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്കൊരു ഡയഗ്നോസിസ് ഒരിക്കലും ഓൺ എയർ നമുക്ക് മീൻസ് ഒരു ടോക്കിലൂടെ നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഒരു കേസില് പറഞ്ഞിടത്തോളം ഒരു ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പോലെയുള്ള ഒരു അവസ്ഥയാണെന്നൊരു സംശയം വരുന്നുണ്ട്. ആണല്ലേ. ചിലപ്പോ നമുക്ക് അത് കുറച്ചും കൂടി ഒന്ന് പേഷ്യന്റിനെ കണ്ട് ഒരു എക്സാമിൻ കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു അവസാനമായിട്ട് തീരുമാനം പറയാൻ സാധിക്കും. ഇപ്പൊ പറഞ്ഞതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ നമുക്കൊരു പറയാനാണെങ്കിൽ ഇനി കുറെ പറയാനുണ്ട്. പറയാനേ പറ്റില്ല. അതെ, നേരിട്ടുള്ള ഒരു പരിശോധനയായിരിക്കും നമുക്കൊരു വിശദമായിട്ട് ഇതിലൊരു തീരുമാനം പറയാൻ വേണ്ടി സാധിക്കും. ചെയ്യേണ്ടത് വ്യക്തമായില്ല. അല്ല, നേരിട്ടുള്ള പരിശോധനയ്ക്ക് എന്താ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെന്ന് കാണാവുന്നതാണ്. രാജഗിരി ഹോസ്പിറ്റൽ ആലുവയിലാണ് ഡോക്ടറുണ്ട്. ഡോക്ടർ, അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രേഡ് 1, 2 ഉള്ള ചികിത്സ പ്രശ്നങ്ങൾക്കാണ് നമ്മൾ PRP അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ നിർദ്ദേശിക്കുക. കുറച്ച് പഴകിപ്പോയി
എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഇതിനൊരു വേദന ഇല്ലാതെയാക്കാൻ ചികിത്സാ വിധി വേദന അതെ, നമ്മളിപ്പോ ഒരു വേദനയ്ക്ക് ഒരു സ്കോറിംഗ് എന്ന് പറയുമ്പോൾ വാസ്കോർ എന്ന് പറഞ്ഞിട്ട് വേദനയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്കോർ ഉണ്ട്. അതുപോലെ തന്നെ ODI സ്കോർ ഉണ്ട്. അത് ഡിസേബിലിറ്റി ഇൻഡെക്സ് ആണ്. അതായത് എന്റെ ഒരു രീതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വേദന മാറുന്നതിനോടൊപ്പം തന്നെ ആ പേഷ്യന്റിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഒരു 70% ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അപ്പോ ഗ്രേഡ് 4 എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഞാൻ മുട്ടുമാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഞാൻ ആദ്യമേ പറയാറ്. കാരണം അതിൽ നിന്ന് ഒരു വേദനയ്ക്ക് ഒരു കുറവ് ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ ഒരു ഫങ്ഷണൽ എബിലിറ്റി കൂടി മാറും ഗ്രേഡ് 4 അപ്പൊ ഗ്രേഡ് 1, 2 PRPയിലൂടെ തെറാപ്പി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് സർജറി വേണ്ട ആവശ്യമില്ല. ഗ്രേഡ് 4ലേക്ക് എത്തുമ്പോൾ ഈ സർജറിയുടെ ആവശ്യമുണ്ട്. ഒരു ഗ്രേഡ് 3, 4 എത്തുമ്പോൾ പലപ്പോഴും ഞാൻ ഈ ഡിസേബിലിറ്റി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അതിന് സർജറി വേണമെന്ന് പറഞ്ഞിരുന്ന രോഗികളാണെങ്കിലും അനസ്തീഷ്യ റിസ്ക് മൂലവും സർജറിയോടുള്ള പേടി മൂലവും ഒക്കെ ഒരുപാട് പേര് എന്തായാലും ഞാൻ സർജറി ചെയ്യുന്നില്ല, ഇനി എന്തെങ്കിലും വേദന മാറ്റാനുള്ളൊരു അവസ്ഥ ഉണ്ടോ എന്ന് ചോദിക്കുന്ന രോഗികളിൽ നമ്മൾ ഈ മുട്ടിനായാലും ഇടുപ്പിനായാലും ഷോൾഡറിനായാലും അവിടെ നിന്ന് വേദനയെ കൊണ്ടുവരുന്ന ജെനിക്കുലർ നെർവുകൾ എന്ന് പറഞ്ഞ വളരെ ചെറിയ നെർവുകളുണ്ട്. അത് അൾട്രാസൗണ്ടിന്റെ സഹായത്തോടു കൂടി നമുക്ക് പിക്ക് ചെയ്തെടുത്ത് അതിനെ കൂൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനിലൂടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കരിയിച്ച് കളയുകയാണെങ്കിൽ നമുക്കൊരു 2-3 വർഷത്തേക്ക്, അതായത് ആ നെർവിന്റെ റീജനറേറ്റ് ചെയ്ത് വീണ്ടും പഴയ പടിയിലാവുന്ന ഒരു 3-4 വർഷത്തേക്ക് മുഴുവനായിട്ട് നമുക്ക് ആ വേദന മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഡിസ്ക്ലെയിമർ അല്ലെങ്കിൽ ഉണ്ട്, ഫങ്ഷണൽ എബിലിറ്റിക്ക് നമ്മൾ വലിയൊരു മാറ്റം അവിടെ വരുത്തുന്നില്ല. പക്ഷെ വേദന ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ, അതൊരു പാലിയേറ്റീവ് തെറാപ്പി എന്നൊക്കെ പറയാം. അതായത് പലപ്പോഴും പല പേഷ്യൻസും അത് ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് വരുന്നത്. സർജറി ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇല്ല എന്നുള്ള രൂപത്തിൽ. ഇടത്തെ കൈയുടെ ഷോൾഡർ മസിലെ അറ്റുപോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ മസിലേക്ക് താണു പോയിട്ടുണ്ട്. എന്തെങ്കിലും ചികിത്സ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. മസിൽ അറ്റുപോയി എന്നുള്ള രീതിയിൽ? അതെ, മസിൽ അറ്റുപോയി എന്നാണ്. അതിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് കയറിന്റെ മുകളിൽ ഇറങ്ങുമ്പോൾ തിരിഞ്ഞു പോയതിന്. അപ്പൊ അതിന് ആയുർവേദ ചികിത്സ എല്ലാം ചെയ്ത് ഇപ്പൊ കൈ ഇപ്പോൾ അത് കൈകൊണ്ട് ഇപ്പോൾ നമ്മുടെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൈ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ മസിൽ അവിടെ താഴെ പെട്ടാണ്. അത് ഒരു കുഴി പോലെ ആയിട്ടുണ്ട്. കുഴി പോലെയാണ് അത്. ഒരു നമ്മൾ കേട്ടിടത്തോളം ഒരു സർജറി വേണ്ട രീതിയിലുള്ള ഒരു അവസ്ഥയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാറേ, ഇത് ഭാവിയിലേക്ക് പിന്നെ ഇത് മസിൽ താഴെ പോവോ എന്താ? അത് കൂടുതലും ഞാൻ എന്താ പറയാ, അത് കുറച്ചും കൂടി ഒരു നമ്മൾ ട്രീറ്റിംഗ് ചെയ്യുന്ന ഒരു സർജന്റെയോ ഓർത്തോപീഡീഷ്യന്റെയോ സഹായത്തോടു കൂടി ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോവുകയായിരിക്കും നല്ലത്. കാരണം ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഒരു ബോണിൽ നിന്ന് മസിൽ വേർപെട്ട് പോകുന്നു എന്നുള്ളൊരു രൂപത്തിലാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി വരും. നമ്മുടെ പെയിൻ മെഡിസിൻ എന്ന് പറയുന്ന ശാഖയുടെ പുറത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒപ്പം വേദന ഉണ്ടാവും, പക്ഷെ ആ വേദന മാത്രം മാറ്റുന്ന ഇഞ്ചക്ഷൻസ് നമുക്ക് ചെയ്യാം. അത് എത്തിക്കലല്ല. എത്തിക്കലായിട്ട് ആ രോഗാവസ്ഥ മാറ്റാൻ ഒരു ഓർത്തോപീഡീഷ്യന്റെ സഹായത്തോടു കൂടി ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകണം.